ജനുവരി 27 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ആഞ്ചല മെരീച്ചി, വിശുദ്ധ വിറ്റൂസ്, വിശുദ്ധ കാൻഡിഡ, വിശുദ്ധ ഡാഷിയൂസ്, വിശുദ്ധ ജൂലിയൻ, വിശുദ്ധ വിൻസെന്റ്, വിശുദ്ധ എമേരിയൂസ്, വിശുദ്ധ ഗമൽബർട്ട്. വിശുദ്ധ ആഞ്ചല മെരീച്ചി 1471 1540 കാലഘട്ടത്തിലാണ് വിശുദ്ധ ആഞ്ചല മെരീച്ചി ജീവിച്ചിരുന്നത്. ഉർസലൈൻ സന്യാസിനി സഭാ സ്ഥാപകയായ ആഞ്ചല മെരീച്ചി 1471 മാർച്ച് 21 ലൊബാർഡയിൽ ഡെസെൻസാനോ എന്ന നഗരത്തിൽ ജനിച്ചു. 10 വയസ്സുള്ളപ്പോൾ അമ്മയും അച്ഛനും മരിക്കുകയും തന്നിമിത്തം അടുത്ത് സാലോ എന്ന പട്ടണത്തിൽ അമ്മാവനോടുകൂടെ വളരെ ഭക്തിയിൽ ജീവിക്കുകയും ചെയ്തു. സഹോദരി കൂദാശകൾ സ്വീകരിക്കാതെ മരിക്കാനിടയായപ്പോൾ ഈ മരണം ആഞ്ചലോയ്ക്ക് ഹൃദയഭേദകമായിരുന്നു. കാരണം അവളും സഹോദരിയും അത്രയധികം സ്നേഹിച്ച അമ്മാവൻ്റെ ഒപ്പം കഴിഞ്ഞിരുന്നത്. അവൾ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ 3-ാം സഭയിൽ ചേർന്ന് സഹോദരിയുടെ ആത്മശാന്തിക്കായി നിരന്തരം പ്രാർത്ഥനകളും പ്രായശ്ചിത്ത പ്രവൃത്തികളും കാഴ്ചവെച്ചു. സഹോദരി രക്ഷ പ്രാപിച്ചുവെന്ന് ഒരു ദർശനം വഴി ഏഞ്ചലയ്ക്ക് മനസ്സിലായി. 20 വയസ്സുള്ളപ്പോൾ അമ്മാവൻ മരിക്കുകയും ആഞ്ചല പിതൃഭവനത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. പെൺകുട്ടികൾക്ക് ക്രിസ്തുമത പഠനം ആവശ്യമാണെന്ന് കണ്ട് അവൾ സ്വഭവനം ഒരു പള്ളിക്കൂടമായി മാറ്റി. അടുത്തുള്ള പെൺകുട്ടികളെ വിളിച്ചു വരുത്തി ദിവസം തോറും ക്രിസ്തുമതത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിച്ചു പോന്നു. ആ നാളുകളിൽ അവൾക്കൊരു ദർശനമുണ്ടായി. പെൺകുട്ടികളുടെ മതപഠനത്തിനായി താൻ ഒരു കന്യകാമഠം സ്ഥാപിക്കുമെന്നായിരുന്നു അതിൻ്റെ സാരം. ഡെസെൻസാനോയിലെ സ്കൂളിൻ്റെ വിജയം കണ്ടിട്ട് സമീപസ്ഥരായ ബ്രേഷ്യ നഗരവാസികൾ അവിടെയും ഒരു സ്കൂൾ സ്ഥാപിക്കുവാൻ അവളോട് അഭ്യർത്ഥിച്ചു. ആഞ്ചല അവരുടെ ആഗ്രഹം നിറവേറ്റി. 1524 ആഞ്ചല വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി. മാർഗമധ്യേ ക്രെത്തെ ദ്വീപിൽ വെച്ച് അവൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടുവെങ്കിലും തീർത്ഥാടനം മുഴുവനാക്കി മടക്കയാത്രയിൽ കാഴ്ച നഷ്ടപ്പെട്ട സ്ഥലത്ത് ഒരു കുരിശുരൂപത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവൾക്ക് വീണ്ടും കാഴ്ച തിരിച്ചു ലഭിച്ചു. 1525 വിശുദ്ധവത്സരം പ്രമാണിച്ച് ആഞ്ചല റോമിലേക്ക് തീർത്ഥാടനം നടത്തി. അവളുടെ വിശുദ്ധിയെപ്പറ്റി ഇതിനോടകം അറിഞ്ഞിരുന്ന 7-ാം ക്ലെമന്റ് മാർപ്പാപ്പ റോമയിൽ താമസിക്കുവാൻ അവളെ ക്ഷണിച്ചുവെങ്കിലും അവൾ ബ്രസയിലേക്ക് മടങ്ങി. 1535 നവംബർ 25 12 കന്യകമാരുടെ കൂടെ ബ്രഷ്യയിൽ ഉർസുലൈൻ സഭ സ്ഥാപിച്ചു. 5 കൊല്ലം ശിശുവായ സഭയെ പരിപാലിച്ചു വളർത്തിയ ശേഷം 1540 ജനുവരി 27 ആഞ്ചല നിര്യാതയായി. 1807 7-ാം പിയൂസ് മാർപ്പാപ്പ അവളെ വിശുദ്ധ എന്ന് നാമകരണം ചെയ്തു. ശാരീരിക രോഗമുള്ളവർ, വികലാംഗർ, മാതാപിതാക്കളുടെ നഷ്ടം സംഭവിച്ചവർ, ശാരീരിക വൈകല്യമുള്ളവർ, മാറാരോഗങ്ങളുള്ളവർ എന്നിവരുടെ എല്ലാം രക്ഷാധികാരിയായിട്ടാണ് തിരുസഭ വിശുദ്ധ ആഞ്ചല മെരീച്ചിയെ അംഗീകരിച്ചിരിക്കുന്നത്. വിശുദ്ധയായ ആഞ്ചല മെരീച്ചി ഈ ലോകത്തുള്ള എല്ലാ രോഗികൾക്കും വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.